ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന മിക്കവാറും ആളുകൾ ഒരുപാട് ആളുകളുടെ നിർബന്ധത്തിന്റെ അല്ലെ ഒരു ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ നിർബന്ധം കൊണ്ടായിരിക്കും ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ചിലർ എക്സ്പീരിയൻസ് പറയാറുണ്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് കാരണമാണെന്ന്. എന്നാൽ ഞാൻ അങ്ങനെ ആരും നിർബന്ധിച്ച് വന്നൊരു വ്യക്തിയല്ല. ഇത് ഈ ഓപ്പർച്യൂണിറ്റി അറിയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ സാധ്യത ഇതിന്റെ പാരന്റ് കമ്പനിയിൽ തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് ഒരുപാട് ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും പാരന്റ് കമ്പനിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്പനി മാനേജ്മെന്റ് നമ്മുടെ പ്രവീൺ സാറിന്റെ സ്പീച്ചൊക്കെ നേരിട്ട് പിന്നെ കേൾക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ അവസരത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രവീൺ സാർ പറഞ്ഞ കാര്യം, നിങ്ങൾ എന്റെ കൂടെ 5 വർഷം ചെലവാക്കാൻ തയ്യാറാവണമെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കോടീശ്വരനാക്കി തരാമെന്ന്. സത്യമാണ്. 5 വർഷത്തിലധികം 5 വർഷം ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത ആരാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്ത ആരാണ് കോടീശ്വരൻ അല്ലാത്തുള്ളത്? നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ഈ കമ്പനി ആയിട്ടുള്ളത് കാരണം ഇപ്പോഴത്തെ CTC ലീഡർ ആയിട്ടുള്ള ധനീഷ് സാറിന്റെ അടുത്ത് പോയിട്ട് ID ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങോട്ട് പോയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ ഞാൻ ID കാർഡ് അല്ല കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. സ്കൂളിൽ പോകുമ്പോൾ തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് ഇദ്ദേഹത്തെ കാണും. അപ്പോ ID അടിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. പക്ഷെ ഒരു ദിവസം നോക്കുന്ന സമയത്ത് ഇദ്ദേഹം ID അടിച്ചോ നോക്കിയപ്പോൾ ID അടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ നിർബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു കഫേ ഉണ്ടായിരുന്നു, ആ കഫേയിലേക്ക് പിന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി ID അപ്പം ക്രിയേറ്റ് ചെയ്താണ് കമ്പനി വെച്ച്. കാരണം വെച്ചാൽ അദ്ദേഹം പോലും അന്ന് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് നടക്കുമോ എന്നുള്ള ചിന്ത ഒരു സംശയം ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്രയും പിന്നെ എന്താ പറയാ ഒരു ID ക്രിയേറ്റ് ചെയ്യാതെ വെച്ചിട്ടുണ്ടാവുന്നത്. പക്ഷേ ഇതിന്റെ പ്രോഗ്രാം പങ്കെടുത്ത സമയത്ത് എനിക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രിബിൾ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഉള്ളിലൊരു സംശയം എന്താ വെച്ചാൽ നമുക്ക് പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ വെൽനസ് ഉൽപ്പന്നങ്ങള്, കഫ്നില്, അതേപോലെ ഉള്ളിലോട്ട് കഴിക്കാനുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഡൗട്ട് എനിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിരിക്കും അത്. അപ്പൊ അതേ പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ മെല്ലെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തി, കാര്യമായിട്ട് വർക്ക് ചെയ്യാതെ നിൽക്കുകയായിരുന്നു. പക്ഷെ 2017 ലാസ്റ്റിൽ മറ്റാണ് ധനീഷ് സാർ അപ്പോഴത്തേക്കും ധനീഷ് സാർ മെല്ലെ വർക്ക് തുടങ്ങി റാങ്കൊക്കെ കയറി അങ്ങനെ പോയിട്ടുണ്ട്. അദ്ദേഹം എന്നെ ഒരു ഹോം ഷോപ്പ് ഉദ്ഘാടനത്തിന് നിങ്ങളൊന്ന് അവിടേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിക്കുകയും അവിടുത്തെ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, അതിൽ സ്ലൈഡൊക്കെ വെച്ചിട്ട് പറയാണ് ഹാർട്ടിന്റെ ഫങ്ഷൻസ്, അപ്പൊ അതിന് കൊളസ്ട്രോൾ വരാതിരിക്കുന്ന കാര്യങ്ങൾ സഹായിക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു ലിവറിന്റെ ഫങ്ഷൻസ് പറഞ്ഞു. അപ്പൊ ലിവർ ഡാമേജ് കാരണമാണ് നമുക്ക് അസിഡിറ്റി, ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രെയിനിങ്, അപ്പൊ നിങ്ങളൊക്കെ ട്രെയിനിങ് കേട്ട ആൾക്കാരായിരിക്കും. പക്ഷെ അത് കേട്ട സമയത്താണ് എനിക്ക് ശരിക്കൊരു സ്പാർക്ക് വന്നത്. കാരണം ആ ഒരു ടൈമില് ഞാൻ ഗ്യാസ് അസിഡിറ്റി പ്രോബ്ലം കാരണം സ്കൂളിലേക്ക് ലഞ്ച് കൊണ്ടുവന്നത് തീരെ മുളക് ചേർക്കാത്ത ചമ്മന്തി, അതേപോലെ തന്നെ ചെറുപയർ, പിന്നെ വറുത്തിട്ടിട്ടുള്ള ചെറുപയർ, മുളക് ചേർക്കാത്ത കാര്യങ്ങൾ കൊണ്ടുപോയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. ആ ഒരു ആഴ്ചക്കാലത്ത് ഒരു കറി കൂട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത്. അപ്പൊ ഓൾറെഡി ഞാൻ ഈ പിന്നെ ബിസിനസിന് വേണ്ടിയിട്ട് അന്ന് എനിക്ക് തോന്നുന്നു 2015 സെപ്റ്റംബറിൽ ആണെന്ന് തോന്നുന്നു വെൽനി സാർ ഫസ്റ്റ് ടൈം ആദ്യത്തെ സീലിംഗ് പ്ലാൻ ചെയ്യുന്നത്. ആ സീലിംഗിന്റെ പ്ലാനിങ് മീറ്റിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ടീമും കാര്യങ്ങളൊന്നുമില്ല. ഓരോരുത്തരും പല ലീഡേഴ്സും വട്ടം കൂടി ഇരുന്ന് ഒരു പ്ലാൻ, പിന്നെ അവരുടെ ടാർഗറ്റ് പ്ലാൻ ചെയ്തു. അവർ 1 ലക്ഷം കൊടുക്കാന്ന് പറയുന്ന ലീഡേഴ്സ് ഉണ്ട്, 2 ലക്ഷം ചെയ്യുമെന്ന് പറയുന്ന ആളുകളുണ്ട്, 3 ലക്ഷം ചെയ്യുമെന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പലരും അവരുടെ ടാർഗറ്റുകൾ പറഞ്ഞു. അപ്പൊ ധനീഷ് സാർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എനിക്ക് ടീമൊന്നുമില്ലല്ലോ സാർ അത്രേ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ടീമൊന്നുമില്ലല്ലോ, ഞാനൊരു കാര്യം ചെയ്യാം, 10,000 രൂപയുടെ പർച്ചേസ് ചെയ്യാതാണ്. ആ പർച്ചേസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരില്ലായിരുന്നു. കാരണം വീട്ടിലേക്ക് പ്രൊഡക്റ്റ് കൊണ്ടുപോയി കാരണം വീട്ടിൽ ഫാമിലി മൊത്തം നെഗറ്റീവാണ്. എന്നുവെച്ചാൽ ഉള്ളോട്ട് കഴിക്കാനുള്ള പ്രശ്നം കൊടുക്കാൻ പിന്നെ ധൈര്യമില്ല, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുന്നുള്ളതായിരുന്നു. ഫാമിലി മൊത്തം നെഗറ്റീവാണ്. അതേപോലെ തന്നെ പാരന്റ് കമ്പനിയിൽ വർക്ക് ചെയ്തത് നിന്ന് പോയത് കൊണ്ടുള്ള
ഒരു പിന്നെ പ്രശ്നങ്ങൾ ഇനി മേലാൽ ഈ പരിപാടി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഫാമിലിയിൽ നിന്നുള്ള പിന്നെ കർശനമായ നിർദ്ദേശം. അപ്പം വീട്ടിൽ ഫാമിലിയിൽ നമുക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ പ്രോഡക്റ്റ് ഞാൻ 2 എണ്ണം 10,000 കൊടുത്തിട്ടുണ്ട്. സാധാരണ 10,000 കൊടുത്താൽ 10,000ന്റെ പ്രോഡക്റ്റ് നമ്മൾ കൊണ്ടുവരണ്ടേ, ആ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയില്ല. 2 ലിവേഗൻ ലിക്വിഡ് മാത്രം ഈ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം ഞാൻ ധനീഷ് സാർ എടുത്തുനിന്ന് വാങ്ങിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു, ഉപയോഗിച്ച് ആ ദിവസം തന്നെ നല്ലൊരു സുഖമാണ്, ഫീലിംഗ് ആണ്. അപ്പൊ അതിന്റെ കാര്യം പിന്നെ ഉപയോഗിച്ച ആളുകൾക്ക് അറിയാം. ശരിക്കും ഒരു 2 ദിവസം കൊണ്ട് എന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോ അതിനുശേഷം ഇന്നേ വരെ എനിക്ക് ആ രീതിയിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു രണ്ട് ബോട്ടിൽ പിന്നെ ലിവേഗിന് ശേഷം ഉപയോഗിച്ചതിന് ശേഷമുള്ള ആ ഒരു പിന്നെ റിലീഫ് എനിക്ക് ഇന്ന് വരെ. ഇപ്പൊ എത്ര എരിവുള്ള വേണമെങ്കിൽ ഒരു പച്ചമുളക് നേരിട്ട് ഇപ്പം എനിക്ക് കഴിക്കാൻ പറ്റും. അതായത് കറി കൂട്ടാൻ പറ്റാത്ത എനിക്ക് ഇന്ന് ഒരു പച്ചമുളക് കടിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ള മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും അപ്പം കോൺഫിഡൻസ് കൂടി, എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഡൗട്ട് മാറി, എന്ത് ആർക്കും കൊടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം വന്നു. പിന്നെയാണ് പതിയാണ് ഈ ബിസിനസ്സിൽ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോഴും ഫാമിലി എന്തുണ്ടായിരുന്നില്ല, സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഈ പ്രോഗ്രാമിനും ട്രെയിനിങ്ങിനും ഒക്കെ ഞാൻ ഫാമിലി അറിയാതെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പതിയെ ഫാമിലി ഞാനൊരു പിന്നെ വളരെ തന്ത്രപൂർവ്വം ഒരു GTS പ്രോഗ്രാമിൽ പങ്കെടുത്ത ശേഷമാണ് ഫാമിലി ഒക്കെ ആയത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ എപ്പോഴും പ്ലാൻ കൊടുക്കുന്നത് ഫാമിലി കൊടുക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഹോം മീറ്റിംഗ് നടത്തുന്നതിന് പ്രാധാന്യം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ടായി മെല്ലെ പിന്നെ ടീം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. എല്ലാ ആളുകൾക്കും പറ്റുമ്പോൾ തന്നെ ഇപ്പോഴും പലർക്കും പറ്റുന്ന അബദ്ധങ്ങളൊക്കെ എനിക്കും പറ്റിയിട്ടുണ്ട്. പറ്റുന്ന എന്താ, നമ്മളോട് ലീഡർ പറയും ഒറ്റയ്ക്ക് പോയി പ്ലാൻ പറയരുത് എന്ന് പറയും. എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് പോയി പ്ലാൻ പറയരുതെന്ന്. പക്ഷെ ആദ്യത്തെ 1-2 മാസം ഞാൻ ഒറ്റയ്ക്ക് നടന്ന് പറയാൻ പോയി. ഒരൊറ്റ വ്യക്തി പോലും ബിസിനസ്സിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചെന്ന് വെച്ചാൽ എന്താ, ഞാൻ എൻ്റെ ഒരു പ്രൊഫഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ടീച്ചറാണ്, ടീച്ചേഴ്സിന് ട്രെയിനിങ് ചെയ്യുന്ന ആളാണ്. അപ്പോ അതൊക്കെ വെച്ചിട്ട് എനിക്കിനി വേറെ ഇയാളെ ചെറിയ ഈ ഒരു മനുഷ്യന്റെ സപ്പോർട്ടിനൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ കൂട്ടിക്കൊണ്ട്, ധനീഷ് സാർ തന്നെ കൂട്ടിക്കൊണ്ടിട്ടാണ് എന്റെ ഒരു ആദ്യത്തെ ഒരു കസ്റ്റമറെ കൺവിൻസ് ചെയ്യുന്നത്. 35,000 രൂപയുടെ സെയിൽസ് ഓൺ സ്പോട്ട് ധനീഷ് സാർ ക്ലോസ് ചെയ്ത് കാണിച്ചു തന്നു. ഓൺ സ്പോട്ട് നെറ്റിൽ പിന്നെ കമ്പ്യൂട്ടറിൽ സിസ്റ്റം ഓൺ ചെയ്ത് ഇതിലുള്ള കമ്പനിയുടെ സൈറ്റുകളും അതേപോലെ തന്നെ ഇൻകം ടാക്സിന്റെ സൈറ്റും ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്ലാൻ പ്രസന്റ് ചെയ്തത്. ഓൺ സ്പോട്ട് 35,000 ക്ലോസ് ചെയ്തു. ആ 35,000 ക്ലോസ് ചെയ്തത് കാണിച്ചിട്ട് ഞാൻ വേറൊരു 25,000 കൂടി ഞാൻ സ്വന്തം ക്ലോസ് ചെയ്തു. എന്റെ ആദ്യത്തെ ആഴ്ചയിലെ വരുമാനം 2018 ജനുവരി 5-ാം തീയതി എന്റെ ഫസ്റ്റ് ഇൻകം ഇറങ്ങി. എന്റെ വൈഫിന്റെ അക്കൗണ്ടിലേക്കാണ് ഇറങ്ങിയത്. 4,184 രൂപയാണ് എന്റെ ആദ്യത്തെ ആഴ്ച വരുമാനം. ഞാൻ ഇതിൽ വരുമ്പോ ഞാൻ ചിന്തിച്ചൊരു കാര്യം എത്ര മാത്രമേ ഉള്ളൂ, ഒരു 1,000 രൂപ എക്സ്ട്രാ എനിക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ 4,000 രൂപ ഒരു മാസം ഉണ്ടാവും. എന്റെ ഹൗസിംഗ് ലോണിലേക്ക് കുറച്ചും കൂടി ഹൗസിംഗ് ലോൺ അടയ്ക്കാൻ പകുതിയായിട്ട് കുറഞ്ഞു കിട്ടും. ഈ കാര്യം ചിന്തിച്ചു വന്ന വ്യക്തിക്കാണ് എനിക്ക് ഇന്ന് 4,184 രൂപ ആദ്യത്തെ ആഴ്ച വരുമാനം കിട്ടുന്നത്. അപ്പൊ കോൺഫിഡൻസ് കൂടി, വിശാലമായിട്ട് എല്ലാ ആളുകളോടും പറയാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. ഭൂരിഭാഗം ആളുകളും കളിയാക്കാനും അതേപോലെ തന്നെ ഒഴിവാക്കാനുമാണ് ശ്രമിച്ചത്. ഇതൊന്നും നടക്കൂല, ഇപ്പോഴും പൂതി മാറിയിട്ടില്ലേ, പിന്നെ പൊട്ടിപ്പോയതല്ലേ കമ്പനി, പണ്ട് ചെയ്തത് എന്തായി, പൊട്ടിനോ? ഞാൻ പറഞ്ഞു പണ്ട് പൊട്ടിയിട്ടില്ല. പണ്ട് കമ്പനി ഇവിടെ പൂട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അന്ന് പാരന്റ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ആഴ്ച വരുമാനം 15,000 രൂപ ആക്കി ഉയർത്തിയ സമയത്താണ് ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തില് ഡയറക്ട് സെല്ലിംഗ് നിരോധിക്കുന്നത്. പക്ഷെ കേരളത്തിന്റെ പുറത്ത് ഈ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു, പിന്നെ ടീം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കോയമ്പത്തൂരേക്ക് പോയിട്ട് കോയമ്പത്തൂർ ഒരു പിന്നെ വ്യക്തിയെ പോയിട്ട് ID ക്രിയേറ്റ് ചെയ്ത് അവിടെ ബിസിനസ് എന്റെ ലീഡറൊപ്പം പോയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ലീഡേഴ്സിനെ മുഴുവൻ വേട്ടയാടുന്ന ഒരു അവസ്ഥ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു.
ആ സമയത്ത് ലീഡേഴ്സ് മുഴുവൻ പിൻവലിഞ്ഞു. ആ സമയത്താണ് ഞാൻ മെല്ലെ സ്റ്റോപ്പ് ചെയ്തത്. ലീഡേഴ്സ് അന്നും എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ പിന്നെ പുറത്ത് വർക്ക് ചെയ്യാൻ എല്ലാവരും തയ്യാറാവുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ആ ഒരു സപ്പോർട്ട് ഉണ്ടാവുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ലായിരുന്നു. അപ്പോ കമ്പനി കേരളത്തിൽ അന്ന് സ്റ്റോപ്പായി എന്നല്ലാതെ പുറത്ത് ഓടിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ടീമുള്ള ലീഡേഴ്സിന് ഇൻകം മുടങ്ങിയിട്ടുമില്ല. പക്ഷേ പിന്നീടാണ് നമ്മൾ കമ്പനി എന്ത് ചെയ്യുന്നത്, പിന്നെ ഈ MI ലൈഫ് സ്റ്റൈൽ എന്ന പേരിൽ വർക്ക് ചെയ്ത് MI ലൈഫ് സ്റ്റൈൽ എന്ന പേരിലേക്ക് പേര് മാറ്റി. അന്നത്തെ കുറെ ഇഷ്യൂസ് ഒക്കെ കാരണം പേര് മാറ്റി. പിന്നെ ഇവിടുത്തെ ഒരു കേരളത്തിലെ നിയമപ്രകാരം ഈ എന്താ പറയാ, ഇതേപോലുള്ള കാര്യങ്ങൾ നടത്താൻ നിയമപ്രകാരം ഗവൺമെന്റിന് സാധിക്കുന്നുള്ളതിന്റെ പേരിലാണ് പിന്നെ എന്താ പറയാ, വേറൊരു സംസ്ഥാനത്ത് പോയിട്ട് രജിസ്റ്റർ ചെയ്യും, പിന്നെ ഇതേപോലെ ഓപ്പൺ ചെയ്ത MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്നുള്ള പേരിൽ വന്നത്. അപ്പൊ ആ സമയത്ത് പോലും ഇതിലുള്ള ലീഡേഴ്സിന് അവരുടെ സീലിംഗ് എമൗണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന ലീഡേഴ്സിന് അന്നത്തെ സീലിംഗ് എമൗണ്ട് തന്നെ 1,30,030,000 അപ്പൊ പേര് മാറിയ സമയത്ത് അവരുടെ ഇൻകം എന്ന് പറയുന്നത് 1,30,000 എന്നുള്ളത് 2,10,000 ആയി മാറി എന്നല്ലാണ്ട് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ അന്നേ വർക്ക് ചെയ്ത സെയിം ആ മാനേജ്മെന്റ് ഒരു ദിവസം പോലും എന്തില്ല, 24 വർഷമായി ഒരു ദിവസം പോലും ഇൻകം അല്ലെങ്കിൽ പേ ഔട്ട് നിർത്താതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിലാണ് നമ്മളെല്ലാവരും ഇപ്പം വർക്ക് ചെയ്യുന്നത്. ദൈവാധീനം കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എത്തിപ്പേർന്നതാണെന്ന് വിശ്വസിച്ച് ഇതിൽ വർക്ക് ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ പിന്നെ നമ്മളിപ്പോ പ്ലാൻ പറയുമ്പോൾ ആരോടാ, ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളോട് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നമ്മൾ നിൽക്കുന്ന വ്യക്തികളോട് നമ്മൾ പ്ലാൻ പറയാം. ഈ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളും ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളും അല്ലെങ്കിൽ സുഹൃത്തുക്കളും ഒക്കെ പിന്നെ നമ്മളെ മുഖമടച്ച് ഇതിനെ എന്താ പറയാ എതിര് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കെന്തുണ്ടാവും, നമ്മൾ ഭൂരിഭാഗം ആളുകൾ തളർന്നു പോകും, മുന്നോട്ട് പോകും. പക്ഷെ ഞാൻ അത് ഏറ്റെടുത്തത് എന്താ വെച്ചാൽ, ഇവരോട് ഞാൻ പറഞ്ഞു, ഞാൻ അതേ കമ്പനി തന്നെയാണ്, അതേ മാനേജ്മെന്റിനൊപ്പം തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് ഞാൻ ചെയ്ത് വിജയിക്കും എന്നുള്ളത് ഞാൻ അവരോട് വാക്ക് പറഞ്ഞതിന്റെ പേരിൽ, അല്ലെങ്കിൽ അത് അവരെ കാണിച്ചു കൊടുക്കണം എന്നുള്ള പേരിലാണ് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ആരെല്ലാം തള്ളിക്കളഞ്ഞിട്ടും ഇതിൽ പിടിച്ചു നിന്ന് മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ് ഇന്ന് റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ നിൽക്കുന്നത്, ഞാൻ അടുത്ത റാങ്കിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് വിജയിക്കാൻ വേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇതിനെ പറ്റി, ഈ മാനേജ്മെന്റിനെ പറ്റി, കമ്പനിയെ പറ്റി, കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ പറ്റി മുഴുവനും വ്യക്തമായി നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ വിജയിക്കാൻ വേണ്ടി അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം. ഒരു പക്ഷേ ഇപ്പോ ഇവിടെ തുടങ്ങിയ ആൾക്കാരുണ്ടാവും, കുറെ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇവരുടെ ഒക്കെ മനസ്സിലുണ്ടാവുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, എന്റെ എല്ലാവരുടെ മനസ്സിലുണ്ടാകുന്ന സംശയം എന്ന് പറയുന്നത്, ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. വിജയിച്ച ആളുകളും ഉണ്ട്, പിന്നെ ഇത് നിർത്തിപ്പോയ കുറെ വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ തന്നെ ചെയ്തിട്ട് നിർത്തിവെച്ച വ്യക്തികളുണ്ടാവും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇവരെന്തുകൊണ്ട് നിർത്തിയ വ്യക്തികളാണ് പറയുന്നത്, നിർത്തിയ വ്യക്തികൾ മാത്രമാണ് നമ്മളോട് നെഗറ്റീവ് പറയുന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്യാത്ത വ്യക്തികളാണ് നമ്മളോട് നെഗറ്റീവ് പറയുന്നത്. പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, അവരെ കൺവിൻസ് ചെയ്യാനാവും. നമ്മുടെ പ്രോസ്പെക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റിലുള്ള വ്യക്തികളെ കൺവിൻസ് ചെയ്യാൻ പോകുമ്പോൾ അവര് നമ്മളെ കൺവിൻസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പൊ അത് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതേപടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതേപടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. നമ്മളെ ഒരു തവണ അല്ലെങ്കിൽ നമ്മളെ ID ക്രിയേറ്റ് ചെയ്ത് ഈ ഇൻഡസ്ട്രിയിലേക്ക് അയാൾ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, നമ്മളുടെ സക്സസ് ആണ്. നമ്മളുടെ സക്സസ് കൊണ്ട് മാത്രമേ ആ ലീഡറും സക്സസ് ആവുള്ളൂ. അപ്പോ അദ്ദേഹം പറയുന്ന കാര്യം എന്തായിരിക്കും, പ്രൊഡക്റ്റ് എടുക്കാനായിരിക്കും ആദ്യം പറയാ, ആ പ്രൊഡക്റ്റ് നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്യണം. രണ്ടാമത് പറയുന്നത് എന്തായിരിക്കും, ഹോം മീറ്റിംഗ് വെക്കാനായിരിക്കും. ഇങ്ങനെയല്ലേ നിങ്ങൾ തുടക്കക്കാരോട് പറഞ്ഞിട്ടുള്ളത്, ഹോം മീറ്റിംഗ് നമ്മൾ വെക്കണം. പക്ഷെ ഇവിടെ പല വ്യക്തികൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്, ഹോം മീറ്റിംഗ് വെക്കാൻ വളരെ മടി കാണിക്കും.
ആ ഹോം മീറ്റിംഗിന്റെ പ്രാധാന്യം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫാമിലിയെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ ഞാൻ GTS എത്തിക്കേണ്ടി വന്നു. ആ സമയം എടുക്കൂല. നേരിട്ട് ആദ്യം തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 1000 രൂപയെങ്കിലും വരുമാനം വാങ്ങിയ ഒരു അപ്ലൈൻ, ഒരു ലീഡർ ഈ പ്ലാൻ ഒന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്താൽ ഏത് ചെറിയ കുട്ടിക്കും വളരെ വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ പ്ലാനാണ് നമ്മളുള്ളത്. ആ പ്ലാന് പിന്നെ ഒരു ഫാമിലിയിൽ, ഒരു വീട്ടിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ വ്യക്തികൾക്കും സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഹോം മീറ്റിംഗ് നടത്തണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പ്ലാൻ കേട്ട് കഴിഞ്ഞാൽ ആർക്കാ എന്താ നെഗറ്റീവ് പറയാനുണ്ടാവുക? നമ്മൾ കൊടുക്കുന്ന പൈസക്ക് തുല്യമായ പൈസ കിട്ടുന്നുണ്ട്, പിന്നെ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പം എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് പറയുന്നത്, പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. കമ്പനി സ്റ്റേബിൾ കമ്പനി ആയിരിക്കണം. ഈ കാര്യം വിശദീകരിച്ചു കൊടുക്കാൻ ആർക്ക് കഴിയും? നമ്മുടെ അപ്ലൈന് പറ്റും. അതേപോലെ തന്നെ പ്രൊഡക്റ്റുകൾ എങ്ങനെയുള്ളതായിരിക്കണം? ഏറ്റവും ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ്. നമ്മൾ അത്ര ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ, ഏറ്റവും കൂടുതൽ ആയുഷ് പ്രീമിയം മാർക്കുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന കമ്പനികൾ ഇന്ന് ഇന്ത്യയിലില്ല. അതേപോലെ തന്നെ പ്ലാന് കറക്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സിന്റെ സപ്പോർട്ടും, അതേപോലെ തന്നെ എന്താ പറയാ, കമ്പനിയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കണം. അങ്ങനെയുള്ള കമ്പനിയിലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോ ഈ കാര്യങ്ങളെല്ലാം ആര് വ്യക്തമായി കൊടുത്തോളും? ഹോം മീറ്റിംഗിൽ നമ്മുടെ ലീഡർ, അല്ലെങ്കിൽ റാങ്കിൽ അല്ലെ ഇൻകം വാങ്ങിയ വ്യക്തി, അല്ലെ അപ്ലൈൻ വ്യക്തമാക്കി കൊടുത്തോളും. എന്ത് സംശയം ഉണ്ടെങ്കിൽ, ഇനി അതിനും ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലുള്ള ലീഡർ വന്ന് പറയാനുണ്ട്. പിന്നെ സൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനുണ്ട്. അങ്ങനെ ഫാമിലിനെ കൺവിൻസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയില്ല. അപ്പോ ആദ്യമായിട്ട് ഈ പിന്നെ ബിസിനസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഡയറക്ട് സെല്ലിങ്ങിന്റെ കൺസെപ്റ്റ് തന്നെ യൂസ് ദ പ്രൊഡക്റ്റ്, ലവ് ദ പ്രൊഡക്റ്റ്, റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ഉൽപ്പന്നം ഉപയോഗിക്കുക, അത് ഇഷ്ടപ്പെടുക, അത് റെക്കമെൻഡ് ചെയ്യുക. ഈ പരിപാടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജനിച്ച കാലം മുതൽ ചെയ്യുന്ന പരിപാടിയാണ്. ഏത്? നമ്മുടെ ശീലങ്ങളൊന്നും ഈ MI ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് മാറ്റേണ്ടതൊന്നുമില്ല. നമ്മൾ എല്ലാവർക്കും ഉള്ള ശീലങ്ങളാണ് എന്ത്? ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു, അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, നമ്മൾ ചേഞ്ച് ചെയ്യുക, നമ്മുടെ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യുക. MI ലൈഫ് സ്റ്റൈലിന്റെ MI ഹോമും ഓൺ ആൻഡ് ഓണും അതേപോലെ എലമെന്റ്സ് തുടങ്ങിയ ബ്രാൻഡിലേക്ക് നമ്മളെ ബ്രാൻഡ് ഒന്ന് മാറുക എന്നുള്ള കാര്യമാണ്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ 100% കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആളുകളോട് റെക്കമെൻഡ് ചെയ്യാൻ കഴിയും. ഈ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പണം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത്രയും കാലമായിട്ട് നമ്മൾ ജനിച്ച അന്ന് മുതൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. ജനിച്ച അന്ന് മുതൽ പല്ല് തേക്കുകയും കുളിക്കുകയും അതേപോലെ തന്നെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളും, വീട് വൃത്തിയാക്കുകയും അലക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ കൂടി വാങ്ങുന്ന ഉൽപ്പന്നങ്ങളായിരുന്നു. ആ ട്രഡീഷണൽ മാർക്കറ്റിൽ കൂടി വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വില കമ്പയർ ചെയ്ത് നോക്കൂ. ഇന്ന് നമ്മളുടെ DP പ്രൈസിൽ കിട്ടുന്നതിനേക്കാൾ വില കൂടുതലാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം. ഏറ്റവും രാവിലെ എഴുന്നേറ്റ നമ്മൾ എടുക്കുന്ന സാധനം ബ്രഷ് അല്ലേ? ഇന്ന് മാർക്കറ്റിലെ ഒരു ആവറേജ് ബ്രഷിന്റെ വില, അല്ലെങ്കിൽ ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള ഒരു ബ്രഷിന്റെ വില 30 രൂപയാണ്. 20 രൂപന്റെ ബ്രഷ് ഉണ്ട് കേട്ടോ. 20 രൂപന്റെ ബ്രഷ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ബ്രഷാണ്. അത് റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് കൊണ്ട് യൂസ് ചെയ്യുന്നതിന്റെ ക്വാളിറ്റി വളരെ കുറഞ്ഞ സാധനമാണ്. എന്നാൽ ഒരു ആവറേജ് ഇതിന് 30 രൂപയാണ്. എന്നാൽ സിൽവർ അയോൺ കോട്ട് ചെയ്ത ബ്രിസിൽസ് ഉള്ള നമ്മളുടെ ബ്രഷിന്റെ വില എത്രയാണ്? 4 എണ്ണത്തിന് 95 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ചിലർ കോൾഗേറ്റ് യൂസ് ചെയ്യുന്ന വ്യക്തികളുണ്ടാണ് പല്ല് തേക്കാൻ. അതിന് 69 രൂപയാണ് 100 ഗ്രാമിന്റെ വില. ആ കോൾഗേറ്റ് പേസ്റ്റിന്റെ മുകളിൽ വ്യക്തമായിട്ട് വാണിംഗ് എഴുതി വെച്ചിട്ടുണ്ട്, 5 വയസ്സ് താഴെയുള്ള കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ മുതിർന്ന വ്യക്തികളുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡു നോട്ട് സ്വാലോ, ഉള്ളിലേക്ക് ഇറക്കാൻ പാടില്ല. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കോണ്ടാക്ട് ദ പോയിസൺ കൺട്രോൾ യൂണിറ്റ് എന്ന് അതിന്റെ മുകളിൽ വാണിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സാധനം എടുത്താണ് നമ്മൾ രാവിലെ തന്നെ പല്ല് തേക്കുന്നത്.
അവിടെയാണ് യാതൊരു വാണിംഗും ഇല്ലാത്ത കോൾഗേറ്റ് യൂസ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, കോൾഗേറ്റ് നമുക്ക് മാറ്റി 55 രൂപയ്ക്ക് നമുക്ക് മിന്റ് തുളസി പേസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. എത്ര രൂപ ലാഭമുണ്ട്? നമ്മുടെ കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിച്ച വ്യക്തികൾ അത് തന്നെ ഉപയോഗിക്കുക, അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. ആ സമയത്ത് നമുക്ക് കൂടുതൽ ബിസിനസ് വോളിയം കിട്ടുന്ന അല്ലെങ്കിൽ പല്ലിന് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പേസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. ഓൺ ആൻഡ് ഓൺ ഹെർബൽ പേസ്റ്റോ റെഡ് പേസ്റ്റോ മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഉള്ള ഗുണം എന്താണ്? പല്ലുവേദന, ജന്മത്തെ പല്ലുവേദന വരില്ല. ഇനി പല്ലുവേദന ഉള്ള വ്യക്തികൾക്കും മോണവീക്കം ഉള്ള വ്യക്തികൾക്കും അതേപോലെ തന്നെ ബ്ലീഡിംഗ് ഉള്ള വ്യക്തികൾക്കും ഒക്കെ യൂസ് ചെയ്താലും നല്ല റിസൾട്ട് കിട്ടുന്ന പേസ്റ്റ് ആണ്. ഒരു ഫാമിലിയെ കൺവിൻസ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ നമ്മുടെ ഹെർബൽ പേസ്റ്റ്. അതേപോലെ കഫ്നില് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. കഫ്നില് ചിലപ്പം പിന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അബദ്ധം ഇങ്ങനെ ഡോക്ടർ അല്ലാത്തങ്ങൾ തന്നെ ഞാൻ അങ്ങനെ കഴിക്കാനൊക്കെ ചോദിക്കാം. പക്ഷെ പേസ്റ്റ് ഏത് വീട്ടിലും കൊടുത്തൂടെ? ആ ഹെർബൽ പേസ്റ്റ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എവറി വീക്ക് എല്ലാ ആഴ്ചയിലും വരുമാനം വരുമെങ്കിൽ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി നമ്മളെ ഏത് വീട്ടിലും പോയി പ്രസന്റ് ചെയ്തൂടെ? ഏത് വ്യക്തികളോടും പോയി പറഞ്ഞൂടെ? അത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടൂ. അപ്പോൾ ഈ ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ കമ്പനി പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ കമ്പനി പറയുന്ന സിസ്റ്റത്തിൽ നമ്മൾ നിൽക്കാൻ തയ്യാറാണോ? ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഇതും തമ്മിൽ തികച്ചും വിപരീത സംഭവമാണ്. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ എന്ത് വേണം? ആയിരങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വേണം. 10,000 കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ലക്ഷങ്ങളും കിട്ടണമെങ്കിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെ? കോടികളും ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ ഇവിടെ ഒരു നയാ പൈസ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന അല്ലെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒന്നിലധികം പീസ് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചാൽ മതി. 2 ഉണ്ടെങ്കിൽ ഒന്ന് വരുമ്പോ ഒന്നെടുക്കാൻ നമ്മളെ കയ്യിലുണ്ടാവും. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീപർച്ചേസ് ചെയ്യാൻ നമുക്ക് ഇവിടെ എല്ലാ സ്ഥലത്തും സൗകര്യങ്ങളുണ്ട്. നമ്മൾക്ക് കോഴിക്കോട് ജില്ലയിൽ തന്നെ 3ഓളം ഔട്ട്ലെറ്റുകൾ ഉണ്ട്. അപ്പോ പ്രൊഡക്റ്റ് ഇനി ഔട്ട്ലെറ്റ് പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇന്ത്യ ഷോപ്പിൽ ത്രൂ നമുക്ക് വീട്ടിലേക്ക് കൊറിയർ കിട്ടും. എത്രയും സൗകര്യങ്ങൾ ഇപ്പോ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോ ഈ കാര്യങ്ങള് നമ്മൾ ചെയ്യുക. സിസ്റ്റത്തിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതും രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് ആണ്. ഏതൊരു പരിപാടിക്കും അതിന് ലിസ്റ്റ് ചെയ്ത് ചെയ്യാൻ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ സക്സസ് ആവുള്ളൂ. അപ്പൊ നമ്മളൊരു വീട്ടിലൊരു ചടങ്ങ് നടക്കുകയാണ്, ഒരു വിവാഹം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വീട്ടില് പിന്നെന്താ ഗൃഹപ്രവേശം നടത്തുകയാണ്. അതിന് നമ്മൾ എന്താ ചെയ്യുക? ആ പ്രോഗ്രാമിലേക്ക് വേണ്ട ആളുകളുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കും. 500 ആളെ വിളിക്കണം അല്ലെങ്കിൽ 1000 ആളെ വിളിക്കണം എന്നുള്ള ലിസ്റ്റ് നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടാണ് വിളിക്കുക. കാരണം എന്താ? വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു കുക്കിനെ സമീപിക്കുകയാണെങ്കിൽ അയാൾ ഇങ്ങോട്ടും ഒരു ലിസ്റ്റ് തരും. എന്താണ്? അയാൾക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ്. അപ്പൊ ലിസ്റ്റ് എല്ലായിടത്തിലും ഉണ്ട്. അപ്പൊ ഈ ലിസ്റ്റ് ചെയ്തിട്ട് അത് ലീഡേഴ്സിനെ കാണിച്ചു കൊടുത്ത് ലീഡേഴ്സിനെ കൊണ്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ മാർഗം. ലീഡേഴ്സ് പറയാം, ഞാൻ ഇത്രയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ലീഡറോട് പറയാം, ഇതിൽ ആരെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്? അയാൾ കാണിച്ചു തരും ആരെ കൊണ്ടുവരണം എന്നുള്ളത്. കാരണം വെച്ചാൽ ഇതിൽ പ്രയോറിറ്റി ഉണ്ട്. ശരിക്കും നമ്മള് ഈ ബിസിനസ് സാധാ ബിസിനസ്സും ഞാൻ പറഞ്ഞത് തികച്ചും ഉൾട്ടാ ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ബിസിനസ് ആണ്. ഇതിൽ പ്രയോറിറ്റി ഉണ്ട്. ഇതൊരു ടീം വർക്കിലൂടെ മാൻ പവർ മൾട്ടിപ്ലിക്കേഷനിലൂടെ ഡെവലപ്പ് ആകുന്ന ഒരു ഇൻഡസ്ട്രിയാണത്. അങ്ങനെയാണല്ലോ പൈസ ഉണ്ടാക്കുന്നത്. പണക്കാരെല്ലാവരും തന്നെ, പണക്കാരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പണക്കാരൻ 2 തരത്തിൽ മാത്രമേ 2 തരത്തിലെ ലോകത്തിൽ പണം ഉണ്ടാക്കത്തുള്ളൂ. പണം ഉണ്ടാക്കാൻ 2 മാർഗ്ഗമേ ഉള്ളൂ. ഏതാ 2 മാർഗം? ഒന്ന് സമയം വിൽക്കണം, 2 സമയം വാങ്ങാം. സമയം വിറ്റിട്ടും പൈസ ഉണ്ടാക്കാം, സമയം വാങ്ങിയിട്ടും പൈസ ഉണ്ടാക്കാം. 95% ആളുകളും സമയം വിറ്റിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാൾ 10 മണി മുതൽ 5 മണി വരെയുള്ള അയാളുടെ ടൈം ആ ഗവൺമെന്റിന് വേണ്ടി കൊടുക്കുന്ന സമയത്താണ് അതിന്റെ പ്രതിഫലമായിട്ടാണ് സാലറി വാങ്ങുന്നത്. അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അയാളുടെ ടൈം ആ ഹോസ്പിറ്റലിന് കൊടുത്തിട്ടാണ് അയാള് പ്രതിഫലം വാങ്ങുന്നത്. എന്നാൽ ഇവിടെ വലിയ ബിസിനസ് ചെയ്യുന്ന ആളോ മുകേഷ് അംബാനി, നമ്മുടെ മലബാർ ഗോൾഡിന്റെ മുതലാളി അഹമ്മദ് ഖാൻ, ഇവരൊക്കെ എങ്ങനെയാ വരുമാനം വാങ്ങുന്നത്? അവർ ടൈം വാങ്ങുകയാണ് ചെയ്യുന്നത്.
അവിടെ 10,000-നും 15,000-നും 25,000-നും 50,000-നും അല്ലെങ്കിൽ 50,000-ന്റെ മേലെ 1,00,000 വരെയുള്ള സാലറി വാങ്ങിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും, അല്ലെ ഒരുപാട് ജീവനക്കാരുണ്ടാവും. അവരുടെ ടൈമിനുള്ള പൈസയാണ് അവർ കൊടുക്കുന്നത്. ആ പൈസക്ക് മാക്സിമം ടൈം പർച്ചേസ് ചെയ്തിട്ടാണ്, അവരുടെ വർക്കിംഗ് അവർ ഉപയോഗിച്ചിട്ടാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, കോടികൾ വരുമാനം വരുന്നത്. ഇതേ കാര്യത്തിന് അവർക്ക് ആ ഒരു സിസ്റ്റം നടത്താൻ വേണ്ടിയിട്ട് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, എപ്പോഴും അവരുടെ ബ്രെയിൻ അതിൽ ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ ഉള്ള പ്രത്യേകത എന്താണ്, നമ്മളുടെ കഴിഞ്ഞ സമയം ഒരു ലീഡർ പറഞ്ഞ ഓർമ്മ ഉണ്ട് എനിക്ക്, ശൈലേഷ് സാറാന്ന് തോന്നുന്നു പറഞ്ഞത്, 10 രൂപയുടെ 10 രൂപ ഉണ്ടെങ്കിൽ 2.10 വാങ്ങിക്കാന്ന്. 10 രൂപ ഉണ്ട് 2.10 വാങ്ങാം. എന്താ 10 രൂപയുടെ പേനയും 10 രൂപയുടെ നോട്ട്ബുക്ക് ഉണ്ട് 2.10 വാങ്ങാം. അതാ ലീഡേഴ്സ് പറയുന്ന നമ്മളുടെ കോണ്ടാക്ട് ഒരു 10 രൂപയുടെ പെന്ന് വാങ്ങിയിട്ട് 10 രൂപയുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ലീഡേഴ്സിനെ കാണിച്ചു കൊടുത്ത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവര് 2.10 വാങ്ങിക്കാനുള്ള സിസ്റ്റം നമുക്ക് പറഞ്ഞു തരും. അത് അനുസരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ വ്യക്തികൾക്കും ഉള്ളൊരു തകരാറ് എന്നല്ലേ മടി കാണിക്കുന്നത് എന്താ വെച്ചാൽ മീറ്റിങ്ങുകളാണ്. അയ്യോ മീറ്റിംഗ് ഞാൻ വരില്ല കേട്ടോ. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അലർജിയാണ് പല ആളുകൾക്കും. മീറ്റിങ്ങിനെ പറ്റി പലരുടെ അഭിപ്രായം ഇത് ബ്രെയിൻ വാഷ് ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെയൊക്കെ നിങ്ങളോട് ഉപദേശിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പൊ ഏകദേശം 318 ആൾക്കാർ 6 മണിക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിലുണ്ട്. അതിൽ തന്നെ കുറെ ആളുകൾ സൂം വീഡിയോ ഓൺ ചെയ്തിട്ട് തന്നെ ഉണ്ട്. വളരെ സന്തോഷം. അപ്പോ തീർച്ചയായിട്ടും ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഇതേപോലെ ഇതൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. ഈ ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഇതിനെ കേൾക്കാനും പഠിക്കാനും തയ്യാറാകുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആഴ്ച ഒരു 2,10,000 ഉയർത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോ മീറ്റിങ്ങിന്റെ ഏറ്റവും ലളിതമായി കിച്ചണിൽ വർക്ക് ചെയ്തെടുക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് വരെ കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളുടെ അവസ്ഥ ഉള്ളത്. പല ആൾക്കാരും കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കുകയാണ്. അപ്പോ നമ്മുടെ അടുക്കളയിൽ വരെ മീറ്റിംഗ് എത്തിക്കഴിഞ്ഞു. മീറ്റിങ്ങിന് വേണ്ടി നമ്മൾ വണ്ടിക്കൂലി കൊടുത്ത് അല്ലെ സമയം ചെലവാക്കി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോ ഏത് സമയത്തും നമുക്ക് നോളജ് നമുക്ക് കിട്ടാൻ, ഇവിടെ ഏതൊരു മേഖലയിലും വിജയിക്കാൻ എന്താ വേണ്ട, അറിവുകളാണ് വേണ്ടത്. ആ അറിവുകൾ ഉണ്ടാക്കാനുള്ള അല്ലെ കിട്ടാനുള്ള ഒരു ആദ്യത്തെ ഏതാൾക്കും റീച്ച് ചെയ്യാൻ പറ്റുന്ന പിടിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സൂം പ്ലാറ്റ്ഫോം. ഇതിന് പൈസ കൊടുക്കണോ? നമ്മൾ ഓൾറെഡി നമ്മളുടെ ഡാറ്റ ഉണ്ടാവുന്നതാണ് നമ്മളെ ഫോണിൽ, അല്ലേ? ചെറിയ ഉള്ളൂ. അത് നമ്മൾ ഈ മീറ്റിങ്ങിനാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മളെ ഫോണിൽ എന്തായാലും ഡാറ്റ ഉണ്ടാവും. അപ്പൊ ഈ സംഗതി ഉപയോഗിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ കുറെ പഠിക്കാൻ പറ്റും, കുറെ ആളുകളിൽ എത്തിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ലീഡർ ഉമർ ഉസ്താദ് സാറ് പറഞ്ഞിട്ടുണ്ട്, സാറ് ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇത്രയും വലിയ ടീമിനെ പെട്ടെന്ന് ഉണ്ടാക്കിയത്. അദ്ദേഹം ചെയ്തത് വാട്സപ്പ് മെസ്സേജ് കൊടുത്തതാണ്. വാട്സപ്പിലൂടെ ഒരു സ്റ്റാറ്റസ് ഇടുകയും അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരെടുത്ത് ഈ കാര്യം പ്രസന്റ് ചെയ്തതാണ്. അങ്ങനെയാണ് ഏറ്റവും സ്പീഡിൽ ഒരു ടീം ഡെവലപ്പ് ആയെന്ന് സാർ എപ്പോഴും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ ഈ സാധ്യതകൾ ഉപയോഗിക്കുന്നതാണ്. സാധ്യത ഉപയോഗിക്കുന്ന ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, നേടാൻ പറ്റും. അപ്പോ മീറ്റിങ്ങുകളുടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അതേപോലെ തന്നെ ട്രെയിനിങ്ങുകൾക്ക് പ്രാധാന്യം കൊടുക്കണം. ചിലര് ചിന്തിക്കും ട്രെയിനിങ്ങിന് ഇത്രയും ഫീസ് വേണോ? അപ്പൊ ആ ഫീസ് കൊടുത്തിട്ട് ഇപ്പൊ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. ട്രെയിനിങ്ങിൽ നമ്മുടെ അടുത്ത് നിന്ന് ഫീസ് വാങ്ങിക്കുന്നത് എന്തിനുള്ള ഫീസാണ് വാങ്ങിക്കുന്നത്? ട്രെയിനിങ്ങിന്റെ ആ ഒരു വെന്യൂവിൽ അല്ലെങ്കിൽ ആ ഒരു AC ഹാളിന് വേണ്ട റെന്റും നമ്മുടെ ഭക്ഷണത്തിന്റെയും പൈസ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ അടുത്ത് നിന്ന് ഈടാക്കുന്നുള്ളൂ. നമ്മുടെ RTP ഉണ്ട്, 2 ദിവസത്തെ ട്രെയിനിങ്. ആ ഒരു ദിവസം ആ ഒരു റിസോർട്ടിൽ നിൽക്കണമെങ്കിൽ 11,000 രൂപ അല്ലെങ്കിൽ 8,000 11,000 രൂപ അവിടെ വരുന്ന സമയത്താണ് നമ്മൾക്ക് ഒരു 2,500 രൂപയ്ക്കും 3,000 രൂപയ്ക്കും ഒക്കെ എന്ത് ചെയ്യുന്നത്, 2 ദിവസം അവിടെ സ്റ്റേ ചെയ്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നത്. അതൊക്കെ ഈ ഒരു കൂട്ടായ്മന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ആളുകൾ കൂടി ചേർന്ന് നടത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സാധിക്കുന്നത്. അപ്പോ അതൊക്കെ ചെലവായി കാണാതെ അത് ഇൻവെസ്റ്റ്മെന്റ് ആയി കണക്കാക്കാൻ പറ്റണം.
അതിന് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരിക്കലും അല്ല. പണത്തിന്റെ വിട്ട് എപ്പോഴും പണം എന്ന് പറയാറുണ്ട്. അപ്പോ നമുക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലാതെ ഇതിൽ വേറൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. നിങ്ങളൊരു ചെറിയൊരു ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ തുണിക്കട തുടങ്ങണമെങ്കിൽ എത്ര വേണം? ഒരു സാരി ഒരു ലേഡി സെലക്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 40 സാരി എടുത്തിട്ടേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോ 40 സാരി എങ്കിലും സ്റ്റോക്ക് ചെയ്യാണ്ട് ആ കച്ചവടം അവിടെ നടക്കില്ലല്ലോ. നിങ്ങളൊരു തുണിക്കടയിൽ പോയി നോക്കി എത്ര സാരികൾ ഉണ്ടാവും, എത്ര തരം ഡ്രസ്സുകൾ ഉണ്ടാവും. എല്ലാം വാരി വലിച്ച് താഴത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് തൃപ്തി വരില്ല. അങ്ങനെയാണ്. പിന്നെ അങ്ങനെ അത്രയും സ്റ്റോക്ക് ചെയ്യണം ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ. ഇവിടെ നമ്മൾ എത്ര റുപ്യേന്റെ സ്റ്റോക്ക് ചെയ്യണം? എല്ലാ പീസും ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ എത്ര വരും? 51,000 റുപ്യറ്റേ വരുള്ളൂ അല്ലേ? അപ്പോ ആ ഒരു പീസ് പോലെ നമുക്ക് ഒരാൾക്ക് വിൽക്കാം, പിന്നെ അടുത്ത് വാങ്ങിക്കൊടുത്താൽ പോരെ, വിറ്റിന്റെ അടുത്ത് വാങ്ങിച്ചു കൊടുത്താൽ പോരെ. അത്രയും സിമ്പിൾ ആണ് ഇവിടെ. എല്ലാം കൂടി ഒരേ ടൈമിൽ നമ്മൾ വാങ്ങണമെന്നില്ല അല്ലെ. നമുക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഒന്ന് കുറച്ചധികം വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലീഡേഴ്സ് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മാനിക്കുക, അങ്ങനെ ചെയ്യുക. പിന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞാൻ പറഞ്ഞു, ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. എത്രമാത്രം നോളജ് നമുക്കുണ്ടോ അത്രമാത്രം പിന്നെ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ട്രെയിനിങ്ങിലും പ്രോഗ്രാമിലും കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് ഇവിടെ ലീഡേഴ്സ് ആയിട്ട് വളർന്നിട്ടുള്ളത്. ട്രെയിനിങ് എടുക്കാത്ത അല്ലെങ്കിൽ പിന്നെ മീറ്റിങ്ങിൽ പോവാത്ത ഒരു ലീഡറെ പോലും നിങ്ങൾക്ക് കാണില്ല. മീറ്റിങ്ങോ ഇല്ലാതെ വളർന്ന ഒരു ലീഡറും ഡയറക്ട് സെല്ലിങ്ങിലേ ഇല്ല എന്നല്ല. ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ട കാര്യം ട്രെയിനിങ്ങും മീറ്റിങ്ങും, മീറ്റിംഗ് ട്രെയിനിങ്, ഇത് തന്നെയാണ്. കാരണം വെച്ചാൽ ഇത് പഠിക്കലാണ്, കൺവിൻസ് ചെയ്യലാണ്. ഒരാളെ കൺവിൻസ് ചെയ്യണേ നമുക്ക് എന്തുണ്ടാവണം? നമുക്ക് നോളജ് ഉണ്ടാവണം. നമുക്ക് എത്രമാത്രം നോളജ് ഉണ്ടാകുന്നോ അത്രമാത്രം നമുക്ക് ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആളുകൾ നമ്മളെ കൺവിൻസ് ചെയ്യും, നമ്മൾ പണി നിർത്തും. അപ്പോ ട്രെയിനിങ് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മാറ്റങ്ങൾ ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു ആ വ്യക്തിത്വത്തിൽ മാറ്റമാണ്. നമ്മളെ ഉള്ളിൽ പല പല ചിന്താഗതികളും ഉണ്ടാവും. നമ്മളാണ് വലിയ വ്യക്തി, നമ്മളെ ഈഗോ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഇന്ന രീതിയിൽ നടക്കാൻ പാടുള്ളൂ, നമ്മൾ ഇന്ന രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ, ഇന്ന രീതിയിൽ സംസാരിക്കാൻ പാടുള്ള കുറെ തെറ്റിദ്ധാരണകൾ നമ്മളുണ്ട്. നമ്മളിലുള്ള ആ തെറ്റിദ്ധാരണകൾ മുഴുവൻ ആ ട്രെയിനിങ് പ്രോഗ്രാം കഴിയുന്നതോടുകൂടി മാറും. നമ്മളുടെ ഈഗോ മാറും, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ ആ മനോഭാവം മാറും. നമ്മളൊരു നല്ലൊരു ബിസിനസ്മാൻ ആയി വരും. അപ്പൊ ഇതിൽ വേണ്ട ആറ്റിറ്റ്യൂഡ് ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡും അതേപോലെ തന്നെ വിന്നിങ് ആറ്റിറ്റ്യൂഡിലേക്ക് വരണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇതിലൊന്നുള്ള ആളുകളല്ലല്ലോ സാധാരണക്കാര്. സാധാരണക്കാരെന്നാണെങ്കിൽ വലിയ പൈസ കയ്യിലില്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? എന്തെങ്കിലും കിട്ടണം, അന്നത്തെ കാര്യം കഴിഞ്ഞു പോകണം, അങ്ങനെ ജീവിച്ചു പോകണമെന്നേ ഉള്ളൂ. അതേസമയത്ത് പണക്കാരന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്നല്ല, എനിക്ക് കുറെ ആളുകൾക്ക് ശമ്പളം കൊടുക്കണം, എന്റെ കീഴിൽ കുറെ ആളുകൾ ഉണ്ടാവണം എന്ന മനസ്ഥിതിയാണ് ഒരു ബിസിനസ്മാൻ ഉണ്ടാകുക. ആ ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡൊക്കെ വരാൻ ഇതേപോലെ തന്നെ ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും തന്നെ നമുക്ക് പരിഹാരമായിട്ടുള്ളൂ. അപ്പോ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ വ്യക്തികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാധാരണ ഇതിൽ വന്ന പോലെ ഉമർ ഉസ്താദിന്റെ ആദ്യത്തെ വേഷത്തിലാണോ ഉമർ ഉസ്താദ് ഇപ്പോൾ ഉള്ളത്? അല്ലെങ്കിൽ റഫീഖ് സാറിന്റെ നിങ്ങൾ ആദ്യം കണ്ട പോലെയാണോ റഫീഖ് സാർ ഇപ്പോൾ ഉള്ളത്? അവരെ ഡ്രസ് കോഡ് മാറിയില്ലേ? അവരെ കണ്ടാൽ ഒരു ബിസിനസ്മാൻ ആണെന്നുള്ള ഫീലിംഗ് ആർക്കും വരില്ലേ? അപ്പൊ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ ആ നേഴ്സിനെ കണ്ടാൽ തിരിച്ചറിയില്ലേ നിങ്ങൾ? കാരണം എന്താ? അവരുടെ ഡ്രസ് കോഡ് അങ്ങനെയാണ്. നേഴ്സിന്റേതായ ഡ്രസ് കോഡിലാണ് അവരുടെ. അതേപോലെ നമ്മളും ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളെ ഡ്രസ് കോഡൊക്കെ മാറും. ട്രെയിനിങ്ങിലൊക്കെ പോയാൽ നമ്മളുടെ ഡ്രസ് കോഡൊക്കെ മാറും. ആ ഡ്രസ് കോഡ് മാറാൻ നിങ്ങൾ തയ്യാറാണ്. അതിനാൽ ഇഫ് യു വാണ്ട് എ ചേഞ്ച് യു മസ്റ്റ് ചേഞ്ച് ഫസ്റ്റ് എന്നാണ്. നിങ്ങൾക്ക് മാറ്റം വേണമെങ്കിൽ ആദ്യം നിങ്ങൾ മാറണമെന്നാണ്. അപ്പൊ നമ്മൾ മാറാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് മറ്റുള്ള ആളുകളെ മാറ്റാൻ പറ്റൂ. പീപ്പിൾ ആൾവേസ് സേ വാട്ട് യു ഡു നോട്ട് വാട്ട് യു സേ എന്നാണ്. ആൾക്കാര് എപ്പോഴും ചെയ്യുക നിങ്ങൾ ചെയ്ത കാര്യമാണ്, അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ അസോസിയേറ്റ്സിനോട് പറയുന്നതിനേക്കാൾ നല്ലത് അസോസിയേറ്റ് എന്ത് ചെയ്യണമോ, നമ്മൾ ടീമിലുള്ള വ്യക്തികൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ ആ കാര്യം നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. 500 രൂപയെങ്കിലും ആദ്യം വരുമാനം വാങ്ങിച്ചു കൊടുക്കുക. ഞാൻ എപ്പോഴും പിന്നെ സുഹൃത്തുക്കൾ പ്ലാൻ പറയാറുണ്ട്, നിങ്ങൾ ആരോട് പ്ലാൻ പറയാൻ പോയാലും, നമ്മളെ ബന്ധുവിനോടായാലും സുഹൃത്തിനോട് പ്ലാൻ പറയുമ്പോഴും ഇവൻ ചോദിക്കുന്ന ചോദ്യം നിനക്കെന്ത് കിട്ടിയെന്ന്.
കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ പല ആൾക്കാരും. നിനക്കെന്ത് കിട്ടിയെന്ന്. അവർക്ക് വേണ്ടത് ഇതിൽ നിന്ന് 2,10,000 വാങ്ങി കുറെ ആൾക്കാരെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്കെന്ത് കിട്ടി എന്ന് ചോദിക്കാം. അതിനുള്ള ഏറ്റവും നല്ല പരിഹാരമാണ്, ഏറ്റവും മിനിമം വലിയ സാമ്പത്തികം ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു 15 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ 3 ഐഡിയിലും കൂടി എടുക്കുകയാണെങ്കിൽ 3 ഐഡി ആക്ടിവേഷൻ ആക്കിയാൽ 450 രൂപ നമ്മളെ അക്കൗണ്ട് കാണിച്ചു കൊടുക്കാനുണ്ടാവും. ഇതാ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, എനിക്ക് ആദ്യ വരുമാനം 450 വന്നു, ഇനി 2,10,000 വന്നിട്ട് ഞാൻ നിർത്തൂ എന്ന് നമ്മുടെ സുഹൃത്തിനോട് പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് ഉണ്ടാവും. അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണ് പല ആളുകളും വരും. നമ്മൾ പറയുമ്പോൾ തന്നെ ആൾക്കാർ വരുന്നില്ല. ആളുകളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളും പിന്നെ നെഗറ്റീവ് ചിന്തകളും ഒക്കെ ഉണ്ടാവും. ഇനി നെഗറ്റീവ് എല്ലാം മാറിയിട്ടേ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നെഗറ്റീവ് മാറി നിന്ന് ഈ ബിസിനസ് സ്കോപ്പും ഉണ്ടാവില്ല. ഈ ഇൻഡസ്ട്രിക്ക് വേണ്ട ഒരു ഘടകമാണ് നെഗറ്റീവ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്ലാൻ പറയാൻ ആളുണ്ടാവില്ല. എല്ലാവരും പോസിറ്റീവ് ആണെങ്കിൽ, എല്ലാവരും ഇതിനെ പറ്റി അറിവില്ല ആണെങ്കിൽ എല്ലാവരും ഇത് വേറെ ഏതെങ്കിലും ടീമിൽ പോയി ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നെഗറ്റീവ് ഫീൽഡിൽ വേണോ? നാട്ടുകാരുടെ ഇടയിൽ ഒരു നെഗറ്റീവ് വേണം. ഇതിനെപ്പറ്റി അറിയാത്ത കുറെ ആൾക്കാരുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാനുള്ള സമയം അവസരം നമുക്കുള്ളൂ. അപ്പോ ആ ഒരു നെഗറ്റീവിനെ നമ്മൾ പോസിറ്റീവായി കാണാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, എല്ലാ ഓപ്പർച്യൂണിറ്റി, എല്ലാ പിന്നെ എന്താ പറയാ പ്രശ്നങ്ങൾക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നെ ഇടയിൽ അല്ലെ തടസ്സങ്ങൾക്കിടയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ പിന്നെ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കുള്ള തടസ്സങ്ങൾ എന്താണ്? ആ തടസ്സത്തിന്റെ ഇടയിൽ ഒരു അവസരം ഉണ്ടാവും. ആ അവസരങ്ങൾ കണ്ടെത്തുന്ന ആൾക്കാരാണ് വിജയിക്കുക. പിന്നെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറുന്ന നമുക്കൊരു ഹെൽപ്പിംഗ് ആറ്റിറ്റ്യൂഡിലേക്ക് വരും. എന്തെല്ലാം ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആകാൻ പറ്റും. നമുക്ക് ഒരു പിന്നെ ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് ഇതിൽ വേണം, കച്ചവടക്കാരന്റെ മനോഭാവം ഉണ്ടാവണം, അതേപോലെ തന്നെ ഹെൽപ്പിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. പല ആൾക്കാരും നമ്മളെ കൂടെ വന്നവരെ സഹായിക്കലല്ലേ സാറേ ഈ പണി? നമ്മുടെ കൂടെ വന്ന ടീമിനെ ഹെൽപ്പ് ചെയ്യുന്ന പരിപാടിയല്ലേ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്? നമ്മുടെ ബ്രാഞ്ച് 1-ലും ബ്രാഞ്ച് 2-ലും വന്ന വ്യക്തികൾക്ക് 1000 മുതൽ 2,10,000, 450 മുതൽ 2,10,000 രൂപ വാങ്ങിക്കുവാൻ സഹായിച്ചു കൊടുക്കുന്ന പരിപാടിയല്ലേ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്? അത് ചെയ്താലല്ലേ നമുക്ക് വരുമാനം കിട്ടുക. ഇപ്പൊ ഇതിന്റെ ടോപ്പ് ലീഡർ മുബീൻ മുഹമ്മദ് സാറ്, അയാളുടെ ഇപ്പോഴത്തെ ഇൻകം നിങ്ങൾക്കൊക്കെ അറിയാൻ മതിയാവും. ഒരു മാസം 1 കോടിക്ക് പുറത്താണ്. ഇപ്പൊ മാസങ്ങളായി അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. എങ്ങനെ? സുഖവാസം. ഈ ഇൻകം കിട്ടാൻ അയാൾ എന്താ ചെയ്യേണ്ടത്? ഒരു മാസം 1 കോടിക്ക് പുറമെ വരുമാനം കിട്ടാൻ ഇപ്പൊ മുബീൻ സാർ ചെയ്യുന്നത് എന്താ? കാത്തിരിക്കുന്നു. അത് മാത്രം. ബുധനാഴ്ച ആവാൻ കാത്തിരിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട. 10 വർഷം ഈ മേഖലയ്ക്ക് വേണ്ടി, ഈ കമ്പനിക്ക് വേണ്ടി എഫേർട്ട് ഇട്ട്, കമ്പനിക്ക് വേണ്ടിയല്ല അവനവന് വേണ്ടി തന്നെ എഫേർട്ട് ഇട്ടതിനോട് പരിശ്രമിച്ചത് കൊണ്ടുള്ള ഒരു റിസൾട്ടാണ് പാസീവായിട്ട് ഇങ്ങനെ കോടികൾ വരുന്നത്. മുബീൻ സാറിന് 1 കോടി ഒരു മാസം വരുന്നുണ്ടെങ്കിൽ അതേ ഇൻകം എന്റെ അക്കൗണ്ടിലും വരും. ഇവിടെ ഇരിക്കുന്ന ഈ 311 ആളെ അക്കൗണ്ടിലും വരും. പ്ലാൻ ഒന്നാണ്. അതേ പ്ലാനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോ അദ്ദേഹം 10 വർഷം ഇട്ട എഫേർട്ട് ഇന്ന് അയാൾ ഇടുന്ന കാര്യമല്ല നമ്മൾ ചെയ്യേണ്ടത്. അയാൾ തുടക്കത്തിൽ എന്ത് ചെയ്തോ അതേ കാര്യം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ്, ഓരോ റാങ്കിലും ഓരോ വ്യക്തികൾ ചെയ്ത കാര്യം, ലീഡേഴ്സ് ചെയ്ത കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാന്നുള്ള ഒരു ഒറ്റ പണി മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ലീഡറെ അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ്, സക്സസ്ഫുൾ ആയ ലീഡറെ അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടത്തുള്ള വിജയമന്ത്രം എന്ന് പറയുന്നത്. നിങ്ങളെ സക്സസിന്റെ താക്കോല് ഒരു കാരണവശാൽ നിങ്ങളുടെ ലീഡറുടെ കയ്യിലല്ല, നിങ്ങളുടെ അപ്ലൈന്റെ കയ്യിലല്ല, നിങ്ങളുടെ പിന്നെന്താ അച്ഛന്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കയ്യിലല്ല. നമ്മളുടെ സക്സസിന്റെ താക്കോൽ നമ്മളുടെ പോക്കറ്റിലാണ്. നമുക്ക് എത്ര ഇൻകം വേണമെന്ന് തീരുമാനിക്കാൻ നമ്മൾ മതി. നമുക്ക് എത്ര ഇൻകം വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അത് നമ്മുടെ MD പ്രവീൺ സാറ് വായിന്ന് നേരിട്ട് കേട്ട വാക്ക, യു ക്യാൻ റൈറ്റ് യുവർ ഓൺ ചെക്ക്. നിങ്ങൾക്ക് നിങ്ങളെ ചെക്ക് എഴുതിയെടുക്കാന്നാ പ്രവീൺ സാർ അന്ന് പറഞ്ഞത്. അത് 2-10 വേണോ? 23 ലക്ഷം മാച്ച് ചെയ്യിച്ചോളൂ. 10,000 വേണോ? 10,000 രൂപ ഇട്ടുണ്ടെങ്കിൽ എന്ത് വേണം? 1 ലക്ഷത്തിന്റെ അല്ലെ ഒരു 1 ലക്ഷത്തി സംതിങ് മാച്ച് ചെയ്യിച്ചാൽ മതി, 10,000 കിട്ടും. അപ്പൊ നമുക്ക് 19 ദിവസം കഴിഞ്ഞിട്ട് എത്ര പൈസ വേണമെന്നുള്ളത് നമുക്ക് ഇന്ന് തീരുമാനിക്കാം. അതായത് ഈ നമ്മുടെ ഒരു വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ട്
മൂന്നാമത്തെ ബുധനാഴ്ച നമ്മളെ അക്കൗണ്ട് ക്യാഷ് എത്തുമല്ലോ. അപ്പോ അടുത്ത ബുധനാഴ്ച അല്ല, അതിന്റെ അടുത്ത ബുധനാഴ്ച, മൂന്നാമത്തെ ബുധനാഴ്ച എത്ര ക്യാഷ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഓടി ആളുകളെ കണ്ട് പ്രൊഡക്റ്റ് വിറ്റാ പോരെ. അപ്പോ യു ക്യാൻ റൈറ്റ് യുവർ ഓൺ ചെക്ക് എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ ചെക്ക് ചെയ്തെടുക്കാം. മാക്സിമം 2-10 കിട്ടും ഒരാഴ്ചയിൽ. പക്ഷെ അത് തുടക്കക്കാർക്കാണ്. അതൊക്കെ മേലെയാണ് ഓരോ റാങ്ക് ഇംഗങ്ങളുണ്ട്. 6-7 തരത്തില് 9 തരത്തിൽ ഇൻകങ്ങൾ കിട്ടുന്നുണ്ട് പറഞ്ഞ ലീഡേഴ്സിന്. റോയൽറ്റി ഇൻകം, ലോയൽറ്റി ഇൻകം, അതേപോലെ തന്നെ ഓവർ റൈഡിങ് ബോണസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല പല ബോണസുകൾ, മന്ത്ലി ഇൻകങ്ങൾ ഒരുപാടെണ്ണം. അതൊക്കെ നമ്മൾ ഓരോ റാങ്ക് എത്തുന്ന സമയത്ത് പഠിച്ചോളൂ. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഇത്രേ പഠിക്കേണ്ടുള്ളൂ. നമ്മളെ ഓർഗനൈസേഷൻ 1-ലും ഓർഗനൈസേഷൻ 2-ലും ഒരു സെയിൽസ് കൊണ്ടുവരണം. ആ സെയിൽസ് കൊണ്ടുവരുന്ന വ്യക്തികളെ അതേപോലെ സെയിൽസ് കൊണ്ടുവരാൻ നമ്മൾ പ്രാപ്തരാക്കണം. പിന്നെ അയാളെ മോൾഡ് ചെയ്യാനുള്ള ഒരു പണിയാണ് നമുക്ക്. അയാളെ നമ്മളെക്കാൾ വലിയ ലീഡറാക്കി മാറ്റും. ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ ഗുട്ടൻസ് എന്താ വെച്ചാൽ, ഏറ്റവും വലിയൊരു സൂത്രവാക്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെക്കാൾ കഴിവുള്ള വ്യക്തികൾ നമ്മുടെ ഓർഗനൈസേഷൻ 1-ലും ഓർഗനൈസേഷൻ 2-ലും കൊണ്ടുവരിക. നമ്മൾ കൊണ്ടുവരുന്ന വ്യക്തികൾ ഒരുപക്ഷെ നമ്മളെക്കാൾ കഴിവുള്ള ആൾക്കാരൊന്നും അയക്കില്ല. പക്ഷെ അവരെ നമ്മളെക്കാൾ കഴിവുള്ളവരാക്കി വളർത്താൻ നമ്മളുടെ കമ്പനിക്ക് കഴിയും, നമ്മളുടെ ട്രെയിനിങ്ങുകൾ കഴിയും, നമ്മളുടെ പ്രോഗ്രാമുകൾ കഴിയും. അപ്പൊ ആ പ്രോഗ്രാമുകളിലേക്ക് അതിനുള്ള ഒരു എഫേർട്ടാണ് നമ്മൾ വേണ്ടത്. ശരിക്കും ഇത് ഒരു ചെറിയ സമയം എടുത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ ചെയ്യേണ്ടത് അങ്ങനെയല്ല. 24 മണിക്കൂറും ഇതിൽ വർക്ക് ചെയ്യണം. നമ്മളെ മനസ്സിൽ മൈ ലൈഫ് സ്റ്റൈൽ അല്ലാതെ, ഇതിന്റെ ഇൻകം പ്ലാൻ അല്ലാതെ വേറൊരു സാധനം കടന്നു കൂടരുത് ഒരു 5 കൊല്ലത്തേക്ക്. അത് കഴിഞ്ഞാൽ ഫ്രീ നമ്മള്. ഒരു 3 വർഷം മുതൽ 5 വർഷം വരെ ഫുൾ എനർജിയിൽ നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ, ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണെങ്കിൽ, ഒരു കോടീശ്വരനായി മാറും ഈ 309 ആളും. ഒരു ഡൗട്ടും വേണ്ട. ഇപ്പൊ നമ്മൾ 309 പേര് ഇതിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഉണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ഇതിനോടൊപ്പം ഈ സിസ്റ്റത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ, വഴി തെറ്റരുത് കേട്ടോ. ഒരു ട്രെയിൻ അതിന്റെ പാളം തെറ്റി കഴിഞ്ഞാൽ അത്ര ഇടം വരെ പോകും, വലിയ ദൂരം ഓടില്ല. അതേപോലെ തന്നെ ഇതിൽ ഉണ്ടാവുകയാണെങ്കിൽ, ഈ ട്രെയിനിൽ ഉണ്ടാകുകയാണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ സീലിംഗ് എമൗണ്ട് 3 ഐഡിയിലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഉള്ള കമ്പനി, പ്രൂവൺ ട്രാക്ക് റെക്കോർഡ്, സക്സസ്ഫുൾ ആയ 1000-കണക്കിന് ലീഡേഴ്സ് നമുക്കുണ്ട്. അവരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പിന്നെ വള്ളം വേലിയേറ്റ് ഉണ്ടാകുമ്പോൾ എല്ലാ വള്ളങ്ങളും എല്ലാ തോണികളും ഉയർന്നു പോകും. ഒരു കണ്ടീഷൻ ഉണ്ട്, അത് വെള്ളത്തിൽ ഉണ്ടാവണം തോണി. കരയിലിട്ടാൽ വേലിയേറ്റം വരുമ്പോൾ പൊന്തൂലല്ലോ. അതേപോലെ നമ്മൾ ഈ ഇതിൽ ഉണ്ടാവണം. മൈ ലൈഫ് സ്റ്റൈൽ എന്നുള്ള പ്രോഗ്രാമിൽ നമ്മൾ ഉണ്ടാവണം. ഒരുപക്ഷെ നിങ്ങൾക്ക് ആദ്യം തുടക്കത്തിൽ ഇൻകം കുറവായിരിക്കും, വിളിച്ച പോലെ തന്നെ ടീം ഡെവലപ്പായി വരുന്നുണ്ടാവില്ല. എന്നാലും നമ്മൾ ഉണ്ടാവണം. ഇതിന്റെ പ്രോഗ്രാമുകളും മീറ്റിങ്ങുകളും GTS സെന്ററുകളും ഒക്കെ നമ്മൾ ഉണ്ടാവണം. ഓരോ മീറ്റിംഗ് സെന്ററിൽ നിന്നും ഓരോ GTS നിന്നും നമുക്ക് പല 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 നോളജുകളും കിട്ടും. ഇവിടെ 1000-കണക്കിന് അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളാണ് ലോകത്തിലുള്ളത്. അവരെ കൺവിൻസ് ചെയ്യാൻ വ്യത്യസ്തമായ ആശയങ്ങളായിരിക്കും വേണ്ടി വരിക, വ്യത്യസ്തമായ രീതിയിലേക്ക് നമ്മൾ പറയേണ്ടി വരിക. ആ ടൂൾസ് ആണ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? GTS സെന്ററുകളിൽ നിന്നും ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നിന്നും കിട്ടുന്നത്. ചില വാക്കുകൾ ഉപയോഗിക്കുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 2-10 റുപ്യ ഉണ്ടെങ്കിൽ 2-10 വാങ്ങാന്ന് പറഞ്ഞ ഒരു നല്ലൊരു പോയിന്റ് അല്ലേ? 2-10 റുപ്യ ഉണ്ടെങ്കിൽ 2-10 വാങ്ങാം, അത്രേ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൂ. അപ്പോ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ആ ഒരു പോയിന്റ് എനിക്കത് GTS സെന്ററിൽ നിന്ന് കിട്ടിയാണ്. അത്രയും സിമ്പിൾ ആണ് ഈ ബിസിനസ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഐഡിയകൾ നമുക്ക് ഈ GTS സെന്ററുകളിൽ നിന്നും കിട്ടും. പിന്നെ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു തകരാറ് എന്താ വെച്ചാൽ, നമ്മളെ തന്നെ അങ്ങ് വിലയിരുത്തിക്കാളും. നമ്മളെ തന്നെ അങ്ങ് വിലയിരുത്തിക്കാളും. നമ്മളുടെ കഴിവുകളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റില്ല. GTS സെന്ററിൽ എത്തിയാൽ നമുക്ക് നമ്മളെ കഴിവ് തിരിച്ചറിയും. കാരണം നമ്മൾ വേറൊരാളെ കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോ നമ്മൾ അതേ മേഖലയിലുള്ള ഒരാളായിരിക്കും വലിയ സക്സസ്സിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പൊ പിന്നെ എനിക്കും പറ്റിയല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും. അതുകൊണ്ടാണ് GTS സെന്ററുകൾ പരമാവധി ഉപയോഗിക്കണം. ഒറ്റൊന്നും ഒഴിവാക്കാൻ പാടില്ലാതെ ഒരാഴ്ചയിൽ 1-2 GTS സെന്ററിൽ പങ്കെടുക്കുക. ഇതൊക്കെ ഇതിൽ ചെയ്ത് വിജയിക്കാൻ വേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോ ടൈം പിന്നെ കുറച്ച് അധികമായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറയാൻ ഇത്രയും നല്ല കുറെ പറയണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ടൈം ലിമിറ്റ് വെച്ചുകൊണ്ട്
ആണ് പോകുന്നത്. അപ്പോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. ഞാൻ ഈ മേഖലയിൽ വന്നത് കൊണ്ടുണ്ടാകുന്ന വരാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. കമ്പനി മാനേജ്മെന്റിനെ പറ്റി വ്യക്തമായി ധാരണ ഉള്ളത് കൊണ്ട് 4 തരത്തിലാണ് ആളുകൾ ഇതിലേക്ക് ശരിക്കും ജോയിൻ ചെയ്യുക. ഒന്ന്, ഒബ്ലിഗേറ്ററി വേ എന്ന് പറയുന്നത് ആരോടെങ്കിലുള്ള കടപ്പാടിന്റെ പുറത്ത്. അപ്പൊ ഇതിൽ വന്ന പല ആളുകൾക്ക് അങ്ങനെ ആരോടുള്ള കടപ്പാടിന്റെ പുറത്ത് വന്നായിരിക്കും. 2, അതേപോലെ തന്നെ 2 കമ്പൽസറി വേ. ഇപ്പൊ മാമൻ വന്ന് പറയാം മരുവനോട്, അല്ലെ മരുവൻ വന്ന് പറയാണ് മാമനോട് ഇത് ചേർന്നേ പറ്റൂ, അല്ലെങ്കിൽ 10,000 തന്നേ പറ്റും തന്നെ കൊടുക്കേണ്ടി വരും. അത് കമ്പൽസറി വേ ആണ്. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ എന്റെ ബ്രദറിലോ അളിയനെ കമ്പൽസറി വേ കൊണ്ടുവന്നതാണ്, നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. അയാളിന്ന് എന്റെ STC ആണ്. മൂന്നാമത്തത് ഇമോഷണൽ വേ ആണ്. ഇമോഷണൽ വേ എന്ന് പറയുന്നത് ആവേശത്തിന്റെ പുറത്ത് ലീഡറുടെ കാറ് കണ്ട്, അല്ലെങ്കിൽ ആ 2-10 കിട്ടിയ കാര്യങ്ങളൊക്കെ ചാടി അങ്ങോട്ട് ഇറങ്ങും, എനിക്കും കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. കിട്ടില്ലെന്നല്ല, ആ ആവേശത്തിന്റെ പുറത്ത് ചാടിയാണ്. ഈ 3 ടൈപ്പിൽ വന്ന ആളുകളും നിലനിൽക്കണം എന്നില്ല. അണ്ടർസ്റ്റാൻഡിങ് വേ ആണ് 4മത്തെ വേ, മനസ്സിലാക്കി വന്ന ആളുകൾ. ഞാൻ ആ കാറ്റഗറിയിൽ വന്ന വ്യക്തിയാണ്. ഈ MI ലൈഫ് സ്റ്റൈലിലേക്ക് മനസ്സിലാക്കി, കാരണം ഞാൻ അങ്ങോട്ട് പോയി ഐഡിയ അടിച്ചാണല്ലോ. അപ്പോ ഈ 3 ആൾക്കാരെ ചെയ്യേണ്ട പണി എന്താണ്? ഈ 3 ആൾക്കാരെ അണ്ടർസ്റ്റാൻഡിങ് വേയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മളെ പണി. 5 വർഷം ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്ത് പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തത്. പക്ഷെ ആ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുമ്പോഴും സ്കൂളിൽ പോകാൻ എനിക്ക് നല്ലൊരു വാഹനത്തിൽ പോകാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പോൾ എന്റെ 3മത്തെ വാഹനമായിട്ടുള്ളത് പിന്നെ ഒരു 19 ലക്ഷത്തിന്റെ നെക്സോൺ EV എന്നുള്ള കാറാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രീമിയം ക്ലാസ് കാറിലേക്ക് മാറാൻ പറ്റി. ലൈഫ് സ്റ്റൈൽ ആ രീതിയിലേക്ക് മാറ്റി. എന്നാലും ഒരു ഫുൾ ഫ്രീഡം ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഒരു RTC എന്ന് പറയുന്ന സമയത്ത് വലിയൊരു ഇൻകത്തിലേക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയാം. പക്ഷെ എന്നിരുന്നാലും എക്സ്ട്രാ ആണല്ലോ, നിലവിലുള്ള സാലറി കൂടാതെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻകം വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പോ ഏറ്റവും നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ്. എല്ലാ ആളുകൾക്കും ഇതിൽ ലീഡേഴ്സിന് ഇവിടെ ചെയ്യേണ്ട കാര്യം ലീഡേഴ്സിന് സറണ്ടർ ആവുക, അല്ലെ സിസ്റ്റത്തിന് സറണ്ടർ ആവുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ലീഡേഴ്സിന് സറണ്ടർ ആയിക്കൊണ്ട്, സിസ്റ്റത്തിന് സറണ്ടർ ആയിക്കൊണ്ട് എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.